ഈ അടുത്ത കാലത്ത് കനേഡിയൻ ഫ്രഞ്ച് ഏജൻസി നടത്തിയ ഒരു സർവേയിൽ ഓഫീസ് പ്രണയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് പുറത്തു വന്നിരുന്നു. ജോലി സ്ഥലത്തെ പ്രണയബന്ധങ്ങളിൽ ലോകത്ത് തന്നെ 1-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. നമ്മൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നതും ഭക്ഷണവേളകളിൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതുമൊക്കെ സഹപ്രവർത്തകരുമായിട്ടാകും. ജോലി സ്ഥലത്തെ സമ്മർദ്ദഘട്ടങ്ങളിൽ ചിലർക്ക് ആശ്വാസം നൽകുന്നത് ഒപ്പം ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലേ? ഒന്നിച്ചുള്ള യാത്രകൾ, സംഭാഷണങ്ങൾ, അങ്ങനെ പതിയെ പതിയെ ആ ബന്ധങ്ങൾ പ്രണയത്തിലേക്ക് പോലും വഴിമാറാം. ഇങ്ങനെ പരസ്പരം പ്രണയിക്കുന്നവർ ചിലർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കും. പക്ഷെ ചില ബന്ധങ്ങൾ ഇടയ്ക്ക് വെച്ച് മുറിയാം. അവിവാഹിതർ മാത്രമല്ല, വിവാഹിതരും ഇങ്ങനെയുള്ള ഓഫീസ് പ്രണയങ്ങളിൽ കുടുങ്ങുന്നത് ഇപ്പോൾ നിത്യസംഭവമാണ്. ആ ബന്ധങ്ങൾക്ക് പിന്നീട് എന്താകും സംഭവിക്കുക? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പാലക്കാട് നഗരത്തിലെ ഒരു വക്കീൽ ഓഫീസിലെ പ്രണയത്തിന് പിന്നിൽ ചതിയുടെ കഥ പറയാനുണ്ട്. LLB ഒക്കെ കഴിഞ്ഞ് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ എത്തിയപ്പോഴാണ് യുവ അഭിഭാഷകയും വക്കീൽ ഓഫീസിലെ ഗുമസ്തനും തമ്മിൽ സൗഹൃദത്തിലായത്. ഓഫീസിൽ മറ്റാരുമില്ലാത്ത സമയങ്ങളിൽ ഇരുവരും കൂടുതൽ അടുത്തു. എന്നാൽ ആ സൗഹൃദത്തിൻ്റെ മറവിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ ഗുമസ്തനായ മുഹമ്മദ് ഷഫീഖ് ഫോണിൽ രഹസ്യമായി പകർത്തി. കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച രീതിയിൽ യുവതി മറ്റൊരാളെ വിവാഹം കഴിച്ചു. അതോടെ ഷഫീഖ് ഇരുവരും ഒന്നിച്ചുള്ള സ്വകാര്യ നിമിഷങ്ങളിലെ പഴയ നഗ്ന ദൃശ്യങ്ങൾ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നീട് ഭീഷണിയും. യുവ അഭിഭാഷകയുടെ പരാതിയിൽ ഷഫീഖിനെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ജനുവരി ആദ്യവാരമായിരുന്നു കേസിനാസ്പദമായ സംഭവം. യുവ അഭിഭാഷകയും ഗുമസ്തൻ മുഹമ്മദ് ഷഫീഖും സൗഹൃദത്തിലായിരുന്ന സമയത്താണ് യുവതി അറിയാതെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. യുവതിയുടെ വിവാഹശേഷം ഇരുവരും തമ്മിലുള്ള സൗഹൃദം തകർന്നു. ഇതിനുശേഷമാണ് യുവാവ് യുവതിയുടെ ബന്ധുക്കൾക്ക് വാട്സാപ്പിലൂടെ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തത്. യുവതി ജൂനിയർ അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്തിരുന്ന ഓഫീസിലെ ഗുമസ്തനായിരുന്നു പ്രതി ഷഫീഖ. ഓഫീസിൽ മറ്റാരുമില്ലാത്ത സമയങ്ങളിൽ ഇവർ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ യുവതി അറിയാതെ ഷഫീഖ വീഡിയോയിൽ ചിത്രീകരിക്കുകയായിരുന്നു. യുവതിയുടെ പരാതിയിൽ കേസെടുത്താണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് 24-കാരനായ ഷഫീഖിനെ അറസ്റ്റ് ചെയ്തത്. BNS IT ആക്ടുകൾ പ്രകാരമാണ് കേസ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് അഭിഭാഷക പിന്മാറിയതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് മഞ്ചേശ്വരത്തിന് സമീപം തുമിനാടെന്ന കൊച്ചു ഗ്രാമം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും നിലയ്ക്കാത്ത നിലവിളി ചെവികളിൽ മുഴങ്ങുന്നു. ആ വീടിനകത്തും മുറ്റത്തുമായി ചോരത്തുള്ളികൾ. കുടുംബത്തിൽ നിലനിന്നിരുന്ന സ്വത്ത് തർക്കവും ദാമ്പത്യ പ്രശ്നങ്ങളുമാണ് ഉമ്മർ ഫറൂഖിനെ കൊടും ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത്. ലഹരിയിൽ അഴിഞ്ഞാടിയ ഉമ്മർ ലക്ഷ്യമിട്ടത് കൂട്ടക്കുരുതിയായിരുന്നു. അതിനിടെ +2 വിദ്യാർത്ഥിനിയായ മകൾ ജുമൈലയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യയുടെ ബന്ധു ഷെയ്ഖ് അബ്ബയും ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. വിദേശത്തായിരുന്ന പ്രതി ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നാട്ടിലെത്തിയത്. ആക്രമണം തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഇയാൾ മകൾ ജുമൈലിയെ വെട്ടിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കേരള കർണാടക അതിർത്തിയിലെ മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഹിൽടോപ്പ് നഗറിൽ പിതാവ് സ്വന്തം മകളെ കഴുത്തിൽ കത്തികുത്തിയിറക്കി കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടൽ മാറാതെ നാട്. സഫീന ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന താഹിറയുടെ മകൾ 18-കാരി മറിയം ജുമൈലയാണ് കൊല്ലപ്പെട്ടത്. ക്രൂരകൃത്യം ചെയ്ത പിതാവ് ഉമർ ഫറൂഖിനെതിരെ മഞ്ചേശ്വരം പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു. ബന്ധു ഖദീജത്ത് സഫീനയുടെ പരാതിയിലാണ് കേസ്. ഇവരുടെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. ഇതിനിടയിൽ അക്രമം തടയാനെത്തി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇവരുടെ ബന്ധു മരിച്ചു. ഷെയ്ഖ് അബ്ബയാണ് മരിച്ചത്. കുബനൂർ തുമിനാട് ഹിൽടോപ്പ് നഗറിൽ സഫീനയുടെ വീട്ടിൽ വെച്ച് പ്രതിയും ഭാര്യയും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളിൽ മധ്യസ്ഥ ചർച്ച നടക്കവെയാണ് ക്രൂരകൃത്യം നടത്തിയതെന്നാണ് FIRൽ പറയുന്നത്.
മകളെയും ഭാര്യയെയും സഫീനയുടെ പിതാവിനെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ കത്തിയുമായി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി ഭാര്യയെ തള്ളിയിടാൻ ശ്രമിക്കുകയും ബഹളം കേട്ട് ഹാളിലേക്ക് കടന്നു വന്ന മകളുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു. സഫീനയുടെ പിതാവ് പ്രതിയെ ബലമായി തടഞ്ഞു മാറ്റുന്നതിനിടയിൽ കാലിന് കത്തി കൊണ്ടുള്ള കുത്തേറ്റ് ചികിത്സയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ് ബോധരഹിതയായി വീണ മകളെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പെൺകുട്ടി വന്നിട്ട് പിണക്കുണ്ടാകുമ്പോൾ ഇങ്ങനെ തടുക്കാൻ നോക്കിയപ്പോൾ അയാള് ഊന്തിയതാണ്. ഇന്ന് മരിച്ച മനുഷ്യന് ഊന്തിയപ്പോൾ ഇയാളെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അവളപ്പോൾ ഹൾക്കിലേക്ക് പോയിട്ട് കത്തി കുത്തി പതിക്ക് തിരിച്ചതിനെ വലിച്ചെടുത്ത അയാൾ വലിച്ചെടുത്തിട്ട് പിന്നെ ഇയാൾക്ക് തന്നെ പോകുമ്പോൾ ഇയാൾ തെറ്റി പിന്നെ ഇയാൾക്ക് തന്നെ 2 കുത്ത് കുത്തി. പിന്നെ ഇയാൾക്ക് ചെറിയൊരു പള്ളക്കൊരു ഇഞ്ചുറി ആയിട്ടുണ്ട് ഇന്ന് മരിച്ച ആൾക്ക്. നമുക്ക് കണ്ടത് അത്രയാണ്. പിന്നെ ആംബുലൻസ് കാര്യം ഹോസ്പിറ്റൽ പോലീസ് ഇങ്ങനെ പോയി. സംഭവത്തിന് കാരണം പ്രതിയുമായുള്ള വിവാഹബന്ധം ഭാര്യ വേർപെടുത്താൻ തീരുമാനിച്ചത് സംബന്ധിച്ച വിരോധമാണെന്നും പരാതിയിൽ വ്യക്തമാക്കി. ലഹരിക്കടിമയായ ഇയാൾ ഭാര്യയെയും മകളെയും സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടെന്നും പരാതിയിലുണ്ട്. തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. മയക്കുമരുന്ന് മാഫിയയെയും ലഹരി ഉപയോഗിക്കുന്നവരെയും ഭയക്കേണ്ട കാലമാണിത്. ലഹരി ഉള്ളിൽ ചെന്നാൽ അവർക്ക് പോലീസിനെയും എക്സൈസിനെയും പോലും പേടിയില്ല. പത്തനംതിട്ടയിൽ ലഹരി കേസ് പ്രതികൾ എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കുമ്പഴയിലാണ് ലഹരി വിൽപ്പനയ്ക്കിടെ പിടികൂടാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായത്. സിവിൽ എക്സൈസ് ഓഫീസർ ആനന്ദിന്റെ കാലിലൂടെ കാർ കയറ്റിയിറക്കുകയായിരുന്നു. കേസിലെ പ്രതികളായ പത്തനംതിട്ട സ്വദേശി ആസിഫ്, കണ്ണങ്കര സ്വദേശി നസീബ് എന്നിവരെ പിന്നീട് പോലീസ് പിടികൂടി. പരിക്കേറ്റ സിവിൽ എക്സൈസ് ഓഫീസർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഞ്ചാവ് കടത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം പത്തനംതിട്ട കുമ്പഴയിൽ വാഹന പരിശോധന നടത്തിയത്. ഇതിനിടയിലാണ് കഞ്ചാവുമായി കാറിലെത്തിയ സംഘം പരിശോധന നടത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥനായ ആനന്ദിനെ കാറടിച്ച് വീഴ്ത്തിയത്. തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ പമ്പയിൽ നിന്നാണ് പത്തനംതിട്ട പോലീസ് പിടികൂടിയത്. പത്തനംതിട്ട സ്വദേശി നസീബ് സുലൈമാൻ, ആസിഫ് എന്നിവരാണ് പിടിയിലായത്. തിങ്കളാഴ്ച രാത്രി ബൈക്കിലെത്തിയ പ്രതികൾ 2 പേർക്ക് കഞ്ചാവ് പൊതികൾ കൈമാറാൻ ശ്രമിക്കുമ്പോഴാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ഇതോടെ ഒരു പ്രതി ഓടി മാറി. ബൈക്കിൽ വന്നവരും രക്ഷപ്പെട്ടു. കഞ്ചാവുമായി വന്ന നസീബ കാർ വെട്ടിച്ചെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥൻ ആനന്ദിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ശരീരത്തിൽ കാർ കയറ്റി കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ആനന്ദ് ഉരുണ്ടുമാറിയതുകൊണ്ട് രക്ഷപ്പെട്ടു. പത്തനംതിട്ട സ്വദേശിയായ നസീബ് മുൻപും നിരവധി കഞ്ചാവ് കേസുകളിലെ പ്രതിയാണ്. മുൻപും ഇയാളുടെ വീട്ടിൽ നിന്നടക്കം കഞ്ചാവ് പിടികൂടിയിരുന്നു. വധശ്രമത്തിനാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. കഞ്ചാവ് കിട്ടിയ വഴിയും ഏറ്റെടുക്കാൻ വന്നവരെക്കുറിച്ചും പത്തനംതിട്ട പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ലഹരി സംഘങ്ങളും അക്രമികളും അഴിഞ്ഞാടുന്ന നാട്. രാത്രിയും പകലും ഭീതി പരത്തുന്ന മാഫിയ സംഘങ്ങൾ. കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ കഴിഞ്ഞ രാത്രി ഉണ്ടായ സംഘർഷം കൂട്ടത്തല്ലിലാണ് കലാശിച്ചത്. ബൈക്ക് തട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൂട്ടിയടിക്ക് കാരണം. ആശുപത്രി പരിസരത്ത് 10 മിനിറ്റോളം ഭീകര അന്തരീക്ഷമായിരുന്നു. സംഘർഷം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഗാന്ധിനഗർ പോലീസ് എത്തിയതോടെ അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. ആക്രമണം നടത്തിയവരെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെത്തുകയും ചെയ്തു. മെഡിക്കൽ കോളേജിന് സമീപമുള്ള കുട്ടികളുടെ ആശുപത്രിക്കടുത്ത് വെച്ചാണ് ബൈക്കുകൾ തമ്മിൽ ഉരസിയത്. ഇത് ചെറിയ തർക്കങ്ങൾക്ക് വഴിവെച്ചു. തൊട്ടു പിന്നാലെ ഒരു സംഘം മെഡിക്കൽ കോളേജ് കവാടത്തിന് സമീപം കാത്തുനിന്ന് എതിരാളികളെ ആക്രമിക്കുകയായിരുന്നു. കൂട്ടാടിപിടിയിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഘർഷമുണ്ടായതിനു തൊട്ടു പിന്നാലെ ഗാന്ധിനഗർ പോലീസ് എത്തിയതോടെ അക്രമികൾ വിവിധയിടങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇവരെ പിന്തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 10 മിനിറ്റോളം മെഡിക്കൽ കോളേജ് കവാടം സംഘർഷഭരിതമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു.
ന്യൂസ് 18 കോട്ടയം. നിങ്ങളുടെ മക്കൾ അക്രമവാസനയുള്ളവരാണോ? അവർ വീട്ടിൽ പതിവായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ? കുട്ടിക്കാലത്ത് തന്നെ അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വളർന്നു വലുതായി കഴിയുമ്പോൾ കൊടും കുറ്റവാളികളായി മാറാം. ഇടുക്കി മൂന്നാറിൽ സ്കൂൾ ബസ്സിൽ വെച്ച് ഒരു 8ാം ക്ലാസ്സുകാരൻ സഹപാഠിയെ മർദ്ദിക്കുന്ന ദൃശ്യം കണ്ടാൽ പേടി തോന്നും. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ അക്രമ സ്വഭാവമുള്ളവരായി മാറുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. സ്കൂളിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് സഹപാഠിയെ 14കാരൻ മർദ്ദിച്ചത്. മറ്റൊരു വിദ്യാർത്ഥി ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. മൂന്നാർ കാർമൽഗിരി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സഹപാഠിയെ ആക്രമിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് തിരികെ മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. ഒരേ സീറ്റിൽ യാത്ര ചെയ്യുകയായിരുന്ന കുട്ടിയെ സഹപാഠി ആക്രമിക്കുകയായിരുന്നു. +1 വിദ്യാർത്ഥി ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് വിവരം പുറത്തറിയുന്നത്. മർദ്ദിച്ച വിദ്യാർത്ഥിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന്റെ കാരണം എന്താണ്? അവസാന മണിക്കൂറുകളിൽ ആ ഓഫീസ് ക്യാബിനിൽ എന്തായിരിക്കും സംഭവിച്ചത്? ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റോയിയുടെ മരണത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. ഇതോടെ കേസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയത്തെ തുടർന്ന് അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് പുരോഗമിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾ, അടുത്ത ബന്ധുക്കൾ, ജീവനക്കാർ എന്നിവരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. സംഭവത്തിന്റെ പശ്ചാത്തലം, മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, റോയിയുടെ അവസാന മണിക്കൂറുകളിലുണ്ടായ സംഭവ വികാസങ്ങൾ തുടങ്ങിയവ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. അശോക് നഗർ പോലീസ് സ്റ്റേഷനിൽ ജോയിന്റ് കമ്മീഷണർ വസീം കൃഷ്ണയാണ് അന്വേഷണ നടപടികൾ ഏകോപിപ്പിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ, അടുത്ത ബന്ധുക്കൾ, ജീവനക്കാർ എന്നിവരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. റോയിയുടെ ഫോൺ കോളുകളും സന്ദേശങ്ങളും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. മരണത്തിന് മുൻപ് അദ്ദേഹത്തിന് ഭീഷണികളോ മാനസിക സമ്മർദ്ദങ്ങളോ ഉണ്ടായിരുന്നുവെന്നും അന്വേഷിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മരണത്തിന്റെ കൃത്യമായ കാരണം സ്ഥിരീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പരിശോധനയ്ക്കെത്തിയ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രാഥമികമായി മൊഴിയെടുത്തിട്ടുണ്ട്. യാതൊരുവിധ സമ്മർദ്ദവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സമീപകാലത്ത് കോൺഫിഡൻസ് ഗ്രൂപ്പിലുണ്ടായിരിക്കുന്ന നിക്ഷേപങ്ങളെക്കുറിച്ചും നിക്ഷേപകരെക്കുറിച്ചും ആദായനികുതി വകുപ്പ് പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് റോയിയെയും ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തിയത്. അതേസമയം ബിസിനസ് രംഗത്തെ ശ്രദ്ധേയനായ വ്യവസായിയുടെ അപ്രതീക്ഷിത മരണത്തിൽ വ്യവസായ സമൂഹത്തിൽ വ്യാപക ആശങ്ക ഉയർന്നിട്ടുണ്ട്. കേസിൽ സുതാര്യവും സമഗ്രവുമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. വയനാട് പനമരത്തെ മോഷ്ടാക്കൾക്ക് പണത്തേക്കാൾ പ്രിയം മദ്യമാണ്. രാത്രിയിൽ 2 സ്മോൾ അടിക്കണമെന്ന് കരുതിയാൽ കാശ് കൊടുത്തൊന്നും അവർ കുടിക്കാൻ മെനക്കേടില്ല. പകരം ബിവറേജസ് ഔട്ട്ലെറ്റിൽ കയറി മോഷണം നടത്തും. കഴിഞ്ഞ രാത്രി പനമരത്ത് പ്രവർത്തിക്കുന്ന ബെവറേജസിൽ നിന്ന് നിരവധി മദ്യക്കുപ്പികളാണ് മോഷ്ടിച്ചത്. വെന്റിലേറ്റർ കുത്തിപ്പൊളിച്ചാണ് അകത്തു കടന്നത്. ഇത് 3ാം തവണയാണ് ഇവിടെ മോഷണം ഉണ്ടാകുന്നത്. വയനാട് പനമരം നീരട്ടാടി റോഡിൽ പ്രവർത്തിക്കുന്ന ബിവറേജസ് വിൽപ്പനശാലയിലാണ് 3ാം തവണയും മോഷ്ടാക്കൾ എത്തിയത്. ഇത്തവണ പിൻവശത്തുള്ള ജനറേറ്റർ മുറിയുടെ വെന്റിലേറ്റർ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് പ്രവേശിച്ചത്. കഴിഞ്ഞ 31-ന് രാത്രി അടച്ചുപോയ ഷോപ്പ് 1-ാം തീയതിയിലെ അവധി കഴിഞ്ഞ് തുറന്നപ്പോഴാണ് മോഷണം നടന്ന കാര്യം മനസ്സിലാവുന്നത്.
പണം നഷ്ടപ്പെട്ടില്ലെങ്കിലും വിദേശ മദ്യം നഷ്ടപ്പെട്ടതായി സംശയമുണ്ട്. സ്റ്റോക്ക് ഉണ്ടായിരുന്ന മദ്യക്കുപ്പികളുടെ കണക്കെടുത്ത ശേഷമേ കൃത്യമായ വിവരം ലഭ്യമാവുകയുള്ളൂ. എക്സൈസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പിൻവശത്തെ ഷട്ടറിന്റെ പൂട്ട് തകർത്തും ജനലുകളുടെ ഗ്ലാസുകൾ തകർത്തും അകത്ത് കടക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നതോടെയാണ് വെന്റിലേറ്റർ തകർത്ത് അകത്ത് കടന്നത്. ബാക്കിലെ ഷട്ടർ വിളിച്ചിട്ട് ആണ് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുക. എന്നിട്ട് അത് കഴിയാതെ വന്നപ്പോൾ ജനറേറ്ററിൻ്റെ ആ ഭാഗത്ത് ഒരു ഗ്രില്ലുണ്ട്. ഗ്രില്ല് പൊളിച്ചിട്ടാണ് ഷോപ്പിനുള്ളിലേക്ക് കയറിയത്. പിന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റാണ്. കാരണം ഏകദേശം 1 വർഷത്തോളമായി ഇതിനു മുമ്പിൽ ഇങ്ങനെ കള്ളം കയറിയത്. അതിനുശേഷം ഇത് രണ്ടാമത്താണ്. എക്സൈസിന് പുറമെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡ് പരിസരത്തും അലഞ്ഞുതിരി നടക്കുന്നവരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാരെ. യാത്രക്കാരെ കൊള്ളയടിക്കലാണ് അവരുടെ ലക്ഷ്യം. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാരിയുടെ ബാഗ് മോഷ്ടിച്ചത് തമിഴ്നാട് സ്വദേശിയാണ്. കഴിഞ്ഞ 25-നാണ് യാത്രക്കാരിയുടെ 5 ലക്ഷത്തോളം രൂപ വിലയുള്ള സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ബാഗ് കന്യാകുമാരി സ്വദേശി ശ്യാം ക്രിസ്പിൻ കവർന്നത്. ഇയാളെ RPF കസ്റ്റഡിയിലെടുത്തു. 200ഓളം CCTVകൾ പരിശോധിച്ചാണ് പ്രതിയിലേക്ക് എത്താൻ കഴിയുന്നത്. കഴിഞ്ഞ മാസം 25-ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നടന്ന മോഷണക്കേസിന്റെ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കന്യാകുമാരി ഭൂതപ്പാണ്ടി സ്വദേശി ശ്യാം ക്രിസ്പിൻ എന്ന 42-കാരനെ RPF തിരുവനന്തപുരം ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ചും ഗവൺമെന്റ് റെയിൽവേ പോലീസും ചേർന്ന് സാഹസികമായി പിടികൂടുകയായിരുന്നു. ഒരു യാത്രക്കാരിയുടെ 5 ലക്ഷത്തിൽ പരം രൂപ വിലയുള്ള സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗാണ് ഇയാൾ തന്ത്രപരമായി മോഷ്ടിച്ച് കടന്നു കളഞ്ഞത്. കഴിഞ്ഞ 10 ദിവസമായി ഒളിവിൽ താമസിക്കുകയായിരുന്നു പ്രതി. തമ്പാനൂർ, കിഴക്കേക്കോട്ട, കരമന, അറിസ്റ്റോ എന്നിവിടങ്ങളിലെ 200-ൽ പരം CCTV ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്. നെടുമങ്ങാട് വാണ്ട എന്ന പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു റൈസ് മില്ലിന്റെ സമീപത്ത് പലകപ്പെട്ടിയിലാണ് ഇയാൾ മോഷണം മുതൽ ഒളിപ്പിച്ചു വെച്ചത്. നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു. പൊതുവെ ജോലിക്കൊന്നും പോകാത്ത ഇയാൾ മദ്യപാനത്തിനും മറ്റുമുള്ള ചെലവിനായാണ് മോഷണം നടത്തിയതെന്ന് പോലീസിനോട് പറഞ്ഞു. കേസ് റെക്കോർഡുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് മറ്റ് കേസുകളില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ പ്രതി വിവാഹിതനാണെങ്കിലും കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല. RPF തിരുവനന്തപുരം ഡിവിഷണൽ കമ്മീഷണർ മുഹമ്മദ് ഹനീഫയുടെ നിർദ്ദേശാനുസരണം ഇൻസ്പെക്ടർ BL ബിനുകുമാർ, ക്രൈം ഇന്റലിജൻസ് ഇൻസ്പെക്ടർ ജിബിൻ AJ, GRP ഇൻസ്പെക്ടർ സജിത് കുമാർ, ജയൻ, ക്രൈം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ, ക്രൈം പ്രിവെൻഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് പട്ടാമ്പിയിൽ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നൊരു വിരുദ്ധനുണ്ട്. കീഴായൂർ പ്രദേശത്തെ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിൽ നിന്ന് ഇലക്ട്രിക് വയർ മോഷ്ടിച്ച ആരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. സാമൂഹ്യ വിരുദ്ധരാകാൻ മോഷണത്തിന് പിന്നിലെന്നാണ് സംശയം. ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതിരിക്കാൻ മോഷണം നടത്തിയതാകാമെന്ന് പോലീസ് സംശയിക്കുന്നു. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പട്ടാമ്പി കീഴായൂർ 17-ാം ഡിവിഷനിലാണ് സംഭവം. പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ചെറുകുന്ന് കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിലാണ് മോഷണം നടന്നത്. പമ്പ് ഹൗസിൽ നിന്ന് കുഴൽക്കിണറിൽ മോട്ടോറിലേക്കുള്ള സർവീസ് വയറാണ് നഷ്ടമായത്. കുഴൽക്കിണറിന് ചുറ്റും രക്തവും കണ്ടെത്തി. വയർ മുറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മുറിവേറ്റ് രക്തം വാർന്നതാകാമെന്നാണ് നിഗമനം. മോഷണമല്ലെങ്കിൽ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതിരിക്കാൻ സാമൂഹ്യ വിരുദ്ധർ ചെയ്തതാകാമെന്നാണ് ആരോപണം ഉയരുന്നത്. സംഭവത്തിൽ വാർഡ് കൗൺസിലർ കൃഷ്ണദാസ് നൽകിയ പരാതിയിൽ പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അർദ്ധരാത്രി ഇരുട്ടിൻ്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധര് മോട്ടോറിലേക്ക് പോകുന്ന വയറ കട്ട് ചെയ്തു കൊണ്ടുപോവുകയും തന്മൂലം വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ സാമൂഹ്യ വിരുദ്ധരാണോ കള്ളന്മാരാണോ അതോ നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം മുടങ്ങാൻ കൽപ്പിച്ചു കൂട്ടി വയറ അറുത്തു മാറ്റിയതാണോ എന്നറിയില്ല. എങ്ങനെയായാലും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ട് പോലീസ് വന്ന് പരിശോധിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ
മോഷ്ടാക്കളായാലും ഈ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒഴിഞ്ഞ സ്ഥലമായതിനാൽ തന്നെ അടുത്ത CCTV ക്യാമറകളൊന്നുമില്ല. പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. പുതിയ വയർ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. റോഡിൽ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇക്കാലത്ത് ചെറിയ തെറ്റുകുറ്റങ്ങൾ പോലും ക്യാമറ കണ്ണുകളിൽ കുടുങ്ങും. പിന്നെ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന നിയമക്കുരുക്കും. കാസർഗോഡ് KSRTC സ്വിഫ്റ്റ് ബസ്സിന് മുന്നിൽ അഭ്യാസം നടത്തിയ കാർ ഡ്രൈവർക്ക് പിടിവീണു. ചെറുവത്തൂർ സ്വദേശി ഷാഹിദ് ഷാഹുലിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിക്കൊരുങ്ങുന്നത്. കാർ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകിയിട്ടുണ്ട്. കോട്ടയത്തു നിന്നും കാസർഗോഡ് ഡിപ്പോയിലേക്ക് വരികയായിരുന്ന KSRTC സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സിന് മുൻപിൽ അപകടകരമാം വിധം മാർഗതടസ്സം സൃഷ്ടിച്ച് വാഹനമോടിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. വാഹനമോടിച്ച ചെറുവത്തൂർ സ്വദേശി ഷാഹിദ് ഷാഹുലിനെതിരെയാണ് നടപടി. ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും മലപ്പുറം എടപ്പാളിലെ ഡ്രൈവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5 ദിവസത്തെ നിർബന്ധിത പരിശീലനത്തിനും മോട്ടോർ വാഹന വകുപ്പ് ശുപാർശ ചെയ്തു. ഇതിനു പുറമെ കോടതിയിൽ പിഴയും അടയ്ക്കണം. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിന് മുൻപിൽ 12 കിലോമീറ്റർ ദൂരമാണ് ഷാഹിദ് മാർഗതടസ്സം സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് വരികയായിരുന്ന ബസ്സിന് മുൻപിലായിരുന്നു ഡ്രൈവറുടെ അഭ്യാസ പ്രകടനം. ഇതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. വൈറലായ വീഡിയോ ഉൾപ്പെടെ KSRTC നൽകിയ പരാതിയിലാണ് നടപടി. കാഞ്ഞങ്ങാട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പ്രവീൺ കുമാർ, K അഭിലാഷ് എന്നിവർ ചേർന്നാണ് കാർ ഡ്രൈവറെ കണ്ടെത്തി നടപടിക്ക് ശുപാർശ ചെയ്തത്. കാറിൽ ബസ് ഇടിക്കാൻ വന്നുവെന്നും കാർ കുഴിയിലേക്ക് വീഴാതെ രക്ഷപ്പെട്ടതാണെന്നും യുവാവ് മോട്ടോർ വാഹന വകുപ്പിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. ബേക്കലിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം. ന്യൂസ് 18 കാസർഗോഡ്. കേരളത്തിലെ കളക്ടറേറ്റുകളും കോടതികളും ഉൾപ്പെടുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ പതിവായി ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നതിന് പിന്നിൽ ആരാണ്? വ്യാജ സന്ദേശങ്ങളാണെങ്കിലും ജനങ്ങളിൽ മണിക്കൂറുകളോളം ഇത് പരിഭ്രാന്തി വരുത്തുന്നുണ്ട്. ഇടുക്കിയിൽ മുല്ലപ്പെരിയാർ ഡാം ഉൾപ്പെടെ 3ഇടങ്ങളിലെ വ്യാജ ബോംബ് ഭീഷണി ആശങ്ക സൃഷ്ടിച്ചു. ഇടുക്കി കളക്ടറേറ്റ്, മുട്ടം കോടതി, മുല്ലപ്പെരിയാർ ഡാം എന്നിവിടങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നായിരുന്നു സന്ദേശം. മുട്ടം കോടതിയുടെ മെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. സംഭവത്തെ തുടർന്ന് പോലീസ് ജില്ലയിൽ വ്യാപകമായി പരിശോധന നടത്തി. രാവിലെയോടെയാണ് ഇടുക്കിയിലെ 3ഇടങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഇമെയിൽ സന്ദേശം ലഭിച്ചത്. മുട്ടം കോടതിയുടെ മെയിൽ ഐഡിയിലേക്കാണ് ബോംബ് ഭീഷണി സന്ദേശമെത്തിയത്. സമീർ കുശ്ബ എന്ന പേരിലായിരുന്നു ഇമെയിൽ സന്ദേശം. ഇടുക്കി ജില്ലാ കളക്ടറേറ്റ്, മുട്ടം കോടതി, മുല്ലപ്പെരിയാർ ഡാം എന്നിവിടങ്ങളിലായിരുന്നു ബോംബ് ഭീഷണി. ബോംബ് സ്ക്വാഡ് ജില്ലാ ചാർജ് ഓഫീസർ P മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘം ജില്ലാ കളക്ടറേറ്റിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. മുട്ടം കോടതിയിലും ഭീഷണി നേരിടുന്ന മറ്റിടങ്ങളിലും പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. ബോംബ് ഭീഷണി കോടതി നടപടികളെ ബാധിച്ചിട്ടില്ല. ബോംബ് കണ്ടെത്താൻ വൈദഗ്ധ്യം നേടിയ മാഗി, ഡോളി തുടങ്ങിയ നായകളെയാണ് ജില്ലാ കളക്ടറേറ്റിൽ പരിശോധനയ്ക്കായി നിയോഗിച്ചത്. 2 ആഴ്ച മുൻപും മുട്ടം കോടതിയിൽ ബോംബ് ഭീഷണി സന്ദേശമെത്തിയിരുന്നു. അന്നും ഇമെയിൽ വഴിയാണ് ഭീഷണി എത്തിയത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന പേരിലായിരുന്നു ഭീഷണി സന്ദേശം അയച്ചത്. ലക്ഷ്യമിടുന്നത് ശ്രീലങ്കൻ ഈസ്റ്റർ മോഡൽ ആക്രമണമെന്നായിരുന്നു അന്നത്തെ മെയിലിന്റെ ഉള്ളടക്കം. അന്നും പോലീസ് വ്യാപക പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ന്യൂസ് 18 ഇടുക്കി. കൊല്ലത്തും പാലക്കാടും വൻ ലഹരി വേട്ട. ബംഗളൂരുവിൽ നിന്നും ബസ്സിലെത്തിയ യുവാവിനെ
കൊട്ടിയം ജംഗ്ഷനിൽ വെച്ച് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് ഇയാളെ പരിശോധിച്ചപ്പോൾ ബാഗിനുള്ളിൽ MDMA. മുഖത്തല സ്വദേശി അനന്തകൃഷ്ണനാണ് പിടിയിലായത്. പാലക്കാട് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 230 ഗ്രാം മെത്തഫെറ്റമിനുമായി മലപ്പുറം സ്വദേശി സന്ദീപും അറസ്റ്റിലായി. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ബംഗളൂരുവിൽ നിന്നും എത്തിയ ഇന്റർസിറ്റി ബസ്സിൽ കൊട്ടിയം ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോഴാണ് അനന്തകൃഷ്ണൻ വലയിലായത്. പരിശോധനയിൽ യുവാവിൽ നിന്ന് 12 ഗ്രാം MDMA കണ്ടെടുത്തു. ബാഗിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന്. ഡാൻസ് ഓഫ് ടീം സബ് ഇൻസ്പെക്ടർമാരായ സായി സേനൻ, രഞ്ജു എന്നിവരും കൊട്ടിയം പോലീസും ചേർന്നായിരുന്നു പരിശോധന. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA ആണ് പിടിച്ചെടുത്തതെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പാലക്കാട് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 230 ഗ്രാം മെത്താഫിറ്റാമിനുമായാണ് മലപ്പുറം സ്വദേശി സന്ദീപ് അറസ്റ്റിലായത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ P. രമേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വന്ന KSRTC ബസ്സിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് 18 കൊല്ലം, പാലക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സുപ്രധാന നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തിയ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. മുരാരി ബാബുവിന് പുറമെ സുധീഷ് കുമാർ, ശ്രീകുമാർ അടക്കമുള്ള പ്രതികളെയും ഉടൻ ചോദ്യം ചെയ്യും. കേസിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമകളടക്കം 12 പേർക്ക് ED സമൻസ് നൽകിയിട്ടുണ്ട്. ED കേസ് ഏറ്റെടുത്ത ശേഷം ആദ്യമായി ചോദ്യം ചെയ്യുന്നയാളാണ് മുരാരി ബാബു. ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയ മുരാരി ബാബു രാവിലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായത്. കട്ടിളപ്പാളി കേസിൽ 6ാം പ്രതിയും ദ്വാരപാലക പാളി കേസിൽ 2ാം പ്രതിയുമാണ് മുരാരി ബാബു. പാളികൾ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള നടപടികൾ തുടങ്ങിയത് മുരാരി ബാബുവാണ്. ഇതിനായി പോറ്റിക്ക് ഇമെയിൽ നൽകുകയും പിന്നീട് ദേവസ്വം ബോർഡിന് മുന്നിലേക്ക് ഫയൽ എത്തിക്കുകയും ചെയ്തു. ഈ ഇടപാടിൽ മുരാരിക്ക് എന്ത് സാമ്പത്തിക നേട്ടമുണ്ടായി, പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നതടക്കം ED പരിശോധിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബോർഡ് തീരുമാനങ്ങൾ നടപ്പാക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നുമായിരുന്നു മുരാരിയുടെ വാദം. നേരത്തെ മുരാരി ബാബുവിന്റെ വീടടക്കം 21 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ആസ്തി വിവരങ്ങളുടെ രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഇതടക്കം പരിശോധിച്ച ശേഷമാണ് ചോദ്യം ചെയ്യലിലേക്ക് കടന്നത്. പ്രധാന പ്രതി പോറ്റിയുടെ 1.3 കോടി രൂപയുടെ ആസ്തി വകകൾ നേരത്തെ ED മരവിപ്പിച്ചിരുന്നു. മുരാരി ബാബുവിന് പുറമെ സുധീഷ് കുമാർ, ശ്രീകുമാർ അടക്കമുള്ള പ്രതികളെയും ഉടൻ ചോദ്യം ചെയ്യും. ഇതിനു പുറമെ കേസിൽ പങ്കാളിത്തമുണ്ടെന്ന് സംശയിക്കുന്ന മറ്റ് ചിലർക്കു കൂടി ED നോട്ടീസ് അയച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.